ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഉറങ്ങി എണീറ്റപ്പോൾ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി നല്ല കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു, ഇടിയൊക്കെ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിലൊക്കെ നല്ല മഴയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ ഇപ്പോൾ ആദ്യമായിട്ടാട്ടോ ഈ വർഷത്തെ ആദ്യത്തെ മഴയായിരുന്നു. പക്ഷേ അത് മിസ് ചെയ്ത് എന്താ ചെയ്യുക, കാണാൻ പറ്റിയില്ല. എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു കേട്ടോ ഈ വർഷത്തെ ഒരു മഴ. നോക്കട്ടെ, ഇനിയും മഴയൊക്കെ പെയ്യുമായിരിക്കും. നമ്മുടെ ഇതിൻ്റെ പൂവൊക്കെ ഇവിടെ വീണ് കിടക്കുന്നു. എന്താ അതിൻ്റെ ഞാവലിൻ്റെ പൂ ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ഇതാണ് ഞാവലിൻ്റെ പൂ. കണ്ടോ, ഞാൻ വിചാരിച്ചു ഈ കുരു കണ്ടു കഴിഞ്ഞപ്പം ഈ ഒരു എന്താ പറയുക, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഞാവലാവുമെന്ന്. പക്ഷേ ഈ പൂ വന്നു. ഇപ്പം ഇനി പൂ എപ്പോഴാണോ ഈ കായാവുക? ഇവിടെ ഇപ്പോൾ ഈ മരത്തിനകത്ത് ഇഷ്ടം പോലെ തേനീച്ച വന്നിരിക്കുന്നുണ്ട്. അതാണ് ഒരു പ്രശ്നം. ഇപ്പം മഴയൊക്കെ പെയ്തപ്പോൾ ഒന്നിനെയും കാണാനില്ല കേട്ടോ. പക്ഷേ ഇന്നലെ കാറ്റും ഉണ്ടായിരുന്നേ, അപ്പോൾ ഇന്നലെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് നല്ലപോലെ തേനീച്ചയൊക്കെ ആയിരുന്നു. നമ്മുടെ വീടിനകത്തൊക്കെ കയറി വരുമായിരുന്നേ. ഇനി ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി സെറ്റാക്കണ്ടേ. നമുക്ക് വീടിൻ്റെ ഉള്ളിലും മൊത്തം അങ്ങനെ ഇലയൊക്കെ വീണ് മണ്ണും, അത് നല്ല കാറ്റായിരുന്നേ. അപ്പോൾ നല്ലപോലെ മണ്ണ് വന്നിട്ടുണ്ട്. ഇല മാത്രമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അങ്ങനെ അതാ കണ്ടില്ലേ, അങ്ങനെ മണ്ണ് കയറിയിരിക്കുക. നല്ല കാറ്റായിരുന്നു. ഞങ്ങൾക്ക് ഒന്ന് അടിച്ച വാരി. പക്ഷേ ഞാൻ എൻ്റെ ചെടികളൊക്കെ ഇതുപോലെ സൈഡിലാക്കിയതുകൊണ്ട് ഇവർക്കൊന്നും വെള്ളം കിട്ടിയില്ല കേട്ടോ. മഴ കിട്ടുമായിരുന്നേ നന്നായിരുന്നേനെ. എൻ്റെ ചെടിക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാവുമായിരുന്നു. പക്ഷെ എൻ്റെ ചെടിക്ക് എന്താ വെള്ളം കിട്ടിയില്ല. ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് പുറത്ത് വെച്ചാൽ മതിയായിരുന്നു, പക്ഷെ നമ്മളത് ചെയ്തില്ല. ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഇനി ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് കാണുമ്പോൾ നല്ല രസമുണ്ട്. മഴ പെയ്തെന്നുള്ള ഭയങ്കര ഒരു സന്തോഷമുണ്ട്. പക്ഷെ കാണാൻ പറ്റില്ലല്ലോ, കാണുമ്പോഴല്ലേ രസം. അങ്ങനെ ഇവിടെ അങ്ങനെ അധികം മഴയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. എന്ന് വെച്ചാൽ എം പിയിൽ അധികവും ചൂട് അതുപോലെ തണുപ്പ് മാത്രമാണ്. മഴയൊക്കെ വളരെ കുറവായിരിക്കും. നമ്മുടെ നാട്ടിലത്തെ അപേക്ഷിച്ച് ഇവിടെ ഒട്ടും മഴയുണ്ടാവാറില്ല, വളരെ കുറവായിരിക്കും. പക്ഷെ ചിലപ്പോൾ മാത്രം ഒരു 3-4 ദിവസം അടുപ്പിച്ചിങ്ങനെ പെയ്യുമ്പോൾ മാത്രം കുറേ മഴ പെയ്തു തോന്നും. അങ്ങനെയാണ്. ഹലോ, നമുക്ക് വീട്ടിൽ പോയി എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിയാലോ. നേരത്തെ എണീക്കണമെന്നൊക്കെ വിചാരിച്ചു. കാരണം പറ്റുവാണെങ്കിൽ ഒന്ന് കേരള സ്റ്റോർക്ക് പോകണം, നമ്മുടെ വിഷുവൊക്കെ വരെയല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ അത്യാവശ്യം കേരള സ്റ്റോറത്തെ എല്ലാ സാധനവും കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സാധനമൊക്കെ പോയി മേടിക്കാം. ഇന്ന് സൺഡേ ആണ്, അതുപോലെ നാളെയും അവർക്ക് എന്താ പറയുക ലീവാണ്, ഗവൺമെൻറ് ഹോളിഡേ ഒക്കെയാണ്. അപ്പോൾ അറിയില്ല, ചിലപ്പോൾ ഇന്ന് നമ്മൾ പോവും, ചിലപ്പോൾ നാളെ പോവും. അപ്പോൾ ഞാൻ നേരത്തെ എണീച്ച് പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്താ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ കിടക്കുമ്പം 12:30 കഴിഞ്ഞു. മോനാണെങ്കിലും 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കിടന്നത്. അപ്പോൾ അങ്ങനെ എന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് എന്നിട്ടാട്ടോ കിടന്നത്. ഞാൻ നല്ലൊരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് നല്ലപോലെ ലേറ്റ് ആയിട്ടാട്ടോ കിടന്നത്. അപ്പോൾ മോനും എൻ്റെ കൂടെ കുറേ നേരം ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ അല്ലെങ്കിലും അങ്ങനെ ഇരിക്കാറുണ്ട്, പക്ഷേ കുറേ നേരം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിടന്നത്. ഒരു 12:30-12:15 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷമാണ് കിടന്നത്. എനിക്ക് ഇത്രയും ലേറ്റായി കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അന്ന് എണീക്കുന്നത് നല്ലപോലെ ലേറ്റായി പോകും. എനിക്ക് ഉറക്കം മസ്റ്റാണെന്ന്. എനിക്കൊരു 8 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു 7 മണിക്കൂറെങ്കിലും എനിക്ക് ഉറങ്ങിയാലേ എനിക്ക് എന്താ പറയുക ശരിയാവില്ലേ കണ്ണൊക്കെ. അത് ഞാൻ ചെറുപ്പം തൊട്ടേ അങ്ങനെ കറക്റ്റായി ഉറങ്ങി ശീലിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ ഉറങ്ങിയാലാട്ടോ ഒന്ന് ശരിയാവുക. അപ്പോൾ ഞാൻ നല്ലപോലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഇന്ന് എന്തായാലും ലീവ് ആണല്ലോ വിചാരിച്ച് കുറച്ച് കൂടുതൽ നേരം കിടന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം തെളിഞ്ഞിട്ടും കുറേ കൂടുതൽ നേരം കിടന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നല്ലപോലെ ലേറ്റായി, 8 മണിയായി. ഇനി പെട്ടെന്ന് പോയി ഭക്ഷണം ഉണ്ടാക്കണം. ഞാൻ ഇന്നലെ ഏട്ടനോട് പറഞ്ഞായിരുന്നു ഇന്ന് നമുക്ക് ഇടിയപ്പവും ചട്നി ആയിരിക്കുന്നേ. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടല്ല, മീൻസ് ഒരുപാട് ടൈം എടുക്കും. അത് എന്ന് വെച്ചാൽ ഗ്യാസിനകത്ത് ഒരുപാട് സമയം എടുക്കില്ല ആയി വരാൻ. ഇപ്പം ഒരു തട്ട് വെക്കുവാണെങ്കിൽ 2 തട്ട് വെക്കണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 3/4 മണിക്കൂർ എന്തായാലും എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, അയ്യോ ഞാനിതെല്ലാം പറയുകയും ചെയ്ത് പെട്ടുപോയല്ലോ. അത് ഇനി പെട്ടെന്ന് പോയി ഞാൻ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കട്ടെ അവർ എണീക്കുമ്പോഴേക്കും. അപ്പോൾ നോക്കട്ടെ, അറിയില്ല. ഞാൻ അവർ നമ്മൾ കേരള സ്റ്റോറിലോട്ട് പോവുകയാണെന്നാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാവേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് നമുക്ക് കിടന്നാലോ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അടുക്കള ശാന്ത സ്വരൂപം സ്വീകരിച്ചിരിക്കുക കേട്ടോ. ഇതൊക്കെ വെറും 10 മിനിറ്റിലാണ്. ഞാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഈ ശാന്തതയൊക്കെ മാറും കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇടിയപ്പം ഉണ്ടാക്കാനും വേണ്ടിയിട്ട്. ഉപ്പും അതുപോലെ
കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാട്ടോ ഇത് തിളപ്പിച്ചെടുത്ത്. എന്നിട്ട് ഇതാ മാവ് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് അങ്ങനെ വെക്കുക കേട്ടോ. ആ ഒരു ചൂടൊക്കെ അറിയാൻ ശേഷം കുഴയ്ക്കാൻ പറ്റുള്ളൂ. നല്ല ചൂടായിരിക്കും, തിളച്ച വെള്ളമാണ്. പിന്നെ ഇതാ ഞാൻ ചായ വെക്കാനുള്ള സെറ്റപ്പിലായിരുന്നു കേട്ടോ. ചായയൊക്കെ വെച്ചിട്ടുണ്ട്. 3 പേർക്കുള്ള ഗ്ലാസ്സിലൊക്കെ ആക്കിയിട്ട് അതൊന്ന് മാറ്റി വെച്ചു കേട്ടോ. കാരണം അതൊന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പരിപാടി കഴിഞ്ഞല്ലോ. പിന്നെ ഞാൻ എന്താ ചട്നിയൊക്കെ അരയ്ക്കാനും വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചിരകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പച്ചമുളക് ഇട്ടിട്ടാണ് ഞാൻ ചട്നി അരയ്ക്കുക. ഒരു പച്ചമുളക് ഇട്ടിട്ട് ചട്നി അരച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് ഏട്ടൻ്റെ അമ്മയുടെ കണ്ട് പഠിച്ചാണ്. ഏട്ടൻ്റെ അമ്മ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരു പച്ചമുളക് ആട്ടോ ഇട്ട് അരച്ചെടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ചട്നിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ആ ചട്നി. പിന്നെ ഞാൻ അതാ പെട്ടെന്ന് മാവൊക്കെ കുഴച്ച് പെട്ടെന്ന് എന്താ പറയുക ഇടിയപ്പം കൂടെ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. തട്ടിലൊക്കെ പെട്ടെന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ കുക്കിംഗ് പരിപാടി കഴിഞ്ഞു. രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയി. ഇടിയപ്പമൊന്നും നമ്മളങ്ങനെ എപ്പോഴും ഉണ്ടാക്കില്ല കേട്ടോ. അതുപോലെ സൺഡേ അതുപോലെ ലീവ് ഗവൺമെൻറ് ഹോളിഡേക്ക് ഉള്ള സമയത്ത് മാത്രമായിരിക്കും കേട്ടോ ഇതുപോലെയൊക്കെ ഇടിയപ്പവും അതുപോലെ വല്ല പുട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുക. ഒന്നാമത് ഡൈജസ്റ്റ് ആവില്ലല്ലോ. അപ്പോൾ ഏട്ടന് ഓഫീസിൽ പോയിരുന്ന ആൾക്ക് ബുദ്ധിമുട്ടാവില്ല. ഗ്യാസും കാര്യങ്ങളൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മെയിനായിട്ട് ഇതൊക്കെ ഏട്ടൻ വീട്ടിലുള്ള സമയത്തൊക്കെ ആയിട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ അടയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ആയി. ഇനി അടയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ എന്താ പറയുക മാവ് മേടിച്ചിട്ട് വേണം. കേരള സ്റ്റോറിൽ പോകണമെന്നുണ്ട്. അത്യാവശ്യം സാധനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സാമ്പാർ പൊടി അതുപോലെ ചിക്കൻ മസാലയൊക്കെ മേടിക്കണമെന്നുണ്ട്. അവിടെ പോയിട്ടാട്ടോ നമ്മളധികം അത്യാവശ്യം പൊടി ഐറ്റംസ് ഒക്കെ മേടിക്കുക. ഇവിടെ ലോക്കലായി കിട്ടുന്ന പൊടി ഐറ്റംസിനൊക്കെ ഇവിടുത്തെ എന്ന് വെച്ചാൽ ഈ ഒരു നാട്ടിലത്തെ ഭക്ഷണത്തിൻ്റെയൊക്കെ ടേസ്റ്റ് തന്നെ ആട്ടോ. നമുക്കതൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരള സ്റ്റോറിൽ പോയിട്ടാട്ടോ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കുക. കേരള സ്റ്റോറത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാട് നിന്ന് വരുന്ന സാധനങ്ങളാണ്. പാലക്കാട് നിന്നാട്ടോ ആ സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ഇതൊക്കെ പാലക്കാട് നിന്ന് വരുന്നതാണ്. അപ്പോൾ നമുക്ക് വിശ്വാസമായിട്ട് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കേരള സ്റ്റോറത്തെ സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഇടയ്ക്ക് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ പോയി മേടിക്കും. പിന്നെ ഇതാ കുറച്ച് അടിച്ച് വരാനൊക്കെ ഉണ്ടായിരുന്നു. ഇടിയപ്പം ഞാനൊരു സൈഡാക്കിയിട്ട് വെച്ചിട്ടാട്ടോ വന്നതെന്ന് വെച്ചാൽ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടാണ് വന്നത്. അടുപ്പൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് വന്നത്. പിന്നെ ഞാൻ അതാ പെട്ടെന്ന് ക്ലീനിങ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യുക കേട്ടോ. കാരണം നമ്മുടെ ആ ഒരു എന്ന് വെച്ചാൽ ആ ഫ്രണ്ട് സൈഡൊക്കെ നല്ലപോലെ മഴയൊക്കെ പെയ്ത് മണ്ണും പൊടിയും അതുപോലെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഇലയും ഒക്കെ ആയിട്ട് കുറേ വൃത്തികേടായി കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി. എൻ്റെ ചെടിക്ക് കാര്യമായിട്ട് വെള്ളമൊന്നും കിട്ടാത്തതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെടിയൊക്കെ പക്ഷേ എന്തായാലും കുഴപ്പമില്ല. മഴയൊക്കെ എന്തായാലും ഇനിയും പെയ്യുമല്ലോ. അപ്പോൾ എന്തായാലും ഇനി ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ വെച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ച് ചിലപ്പോൾ ഇനിയും മഴയൊക്കെ പെയ്താലോ എന്നുള്ളൊരു പ്രതീക്ഷ കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഇന്നിതാ രാവിലെ നേരത്തെ തന്നെ ഈ മുറ്റം അടിച്ച കാരണം ആ ചേട്ടനൊക്കെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ ഇവിടെ കോൺട്രാക്ടറൊക്കെ എടുത്ത് വരുന്നവരാട്ടോ. അതായത് ഇവർക്ക് എന്താ പറയുക അങ്ങനെ എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പൈസ ഒന്നും കിട്ടില്ല. പക്ഷേ എന്നാലും ഇങ്ങനെ കോൺട്രാക്ടർ കൊടുക്കുമ്പം അങ്ങനത്തെ പൈസ കിട്ടുമല്ലോ. അങ്ങനത്തെ ആട്ടോ പൈസ കിട്ടുക. അല്ലാതെ ഗവൺമെൻറ് സ്റ്റാഫൊന്നും അല്ല അവർ. പിന്നെ ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടിയപ്പമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിരുന്നു കേട്ടോ. ആ ഒരു ടൈം എന്ന് പറയുന്നത് കറക്റ്റ് ആയിരുന്നു. ഇടിയപ്പമൊക്കെ നല്ല സോഫ്റ്റായിട്ട് നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കലണ്ടറിൽ പോയി നോക്കിയപ്പോഴാണ് ഇന്നാണ് വിഷുവിൻ്റെ കണി ഒരുക്കുക എന്ന് കണ്ടത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താ പറയുക കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് വെച്ച് ഞാൻ ഇന്നലെ ഇടാൻ മറന്നുപോയി. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഇതുപോലെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചു. പിന്നെ പെട്ടെന്ന് കഴിക്കാനൊക്കെ കൊടുത്തു വിട്ടു. എല്ലാവർക്കും ഭക്ഷണമൊക്കെ കഴിക്കാൻ കൊടുത്ത് ഞാൻ പെട്ടെന്ന് ക്ലീനിങ്ങിനൊക്കെ വന്നേ. വാഴ നനയുമ്പോൾ ചീര നനയും പറഞ്ഞുള്ള അവസ്ഥയായിട്ടോ എൻ്റെ. ഞാൻ എന്തെങ്കിലും വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള പണി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മേലെ നനയുകയും പാത്രം കഴുകിയാലോ ഒന്ന് അടിച്ച് വരുമ്പം വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാലോ തുടച്ച് കഴിഞ്ഞാലോ ഒക്കെ ആയിട്ട് തുണി തിരുമ്പിയാലോ ഒക്കെ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ എന്തായാലും എൻ്റെ മേലും നനയും. നിങ്ങളൊക്കെ അങ്ങനെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചേച്ചിമാരുന്ന് അങ്ങനെയല്ല കേട്ടോ. കുറേ പേരുടെയൊന്നും ഞാൻ അങ്ങനെ കാണാറില്ലേ. ഞാൻ എന്തെങ്കിലും ഒന്ന് പാത്രവും കഴുകഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സ് മൊത്തം നനഞ്ഞ് കുതിർന്നിട്ടുണ്ടാവുക. എൻ്റെ ഡ്രസ്സൊക്കെ നല്ലപോലെ നനയുണ്ട് കേട്ടോ. പക്ഷേ അന്ന് ഞാൻ കാര്യമാക്കില്ല കേട്ടോ. ഞാനൊന്ന് എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കുളിക്കുന്നവരെ ഞാൻ ആ ഒരു ഡ്രസ്സിൽ തന്നെ ആയിരിക്കും എല്ലാം ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കണ്ടായിരുന്നു. ഇത് രാവിലത്തെ പാത്രങ്ങളാട്ടോ. രാവിലെ ഭക്ഷണം ഉണ്ടാക്കി ഇത്രയും പാത്രങ്ങളായി. പക്ഷേ ഇത് ഇനിയിപ്പോൾ ഈ ഒരു എന്താ പറയുക ബേസിൻ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രം നമ്മൾ കഴുകുന്തോറും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. കാരണം ഇപ്പോൾ രാവിലത്തെ പണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഉച്ചത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് വാഷ് ബേസിനും കൂടെ ഒന്ന് കഴുകിയെടുക്കും കേട്ടോ. ഇത് നമ്മൾ പാത്രങ്ങളൊക്കെ ദിവസേന കഴുകുന്നതല്ലേ കൊണ്ട് ഇങ്ങനെ ഡെയിലി നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇത് വൈറ്റ് കളറല്ലേ പെട്ടെന്ന് അഴുക്കായ പോലെ തോന്നി. അപ്പോൾ പെട്ടെന്ന് അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പൈപ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കറിയുള്ള വെള്ളം കേട്ടോ ഇവിടുത്തെ. അപ്പം പെട്ടെന്ന് എന്താ പറയുക കറിയും പിടിക്കും. അതുകൊണ്ട് എത്ര കഴുകിയാലും കാര്യമൊന്നുമില്ല കേട്ടോ. അത്രയ്ക്ക് വൃത്തിയും വെടുപ്പൊന്നും തോന്നില്ല. എന്നാലും നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് എന്തായാലും ആ വൃത്തി ഉണ്ടാകുമല്ലോ കൊണ്ട് ആക്കൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് ചോറിനും കൂടെ അരിയിടുന്നുണ്ട് കേട്ടോ. നല്ലപോലെ സമയമൊക്കെ വൈകിണ്ടായിരുന്നു. 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോറിനും കൂടെ അരിയിട്ടേ. അപ്പോഴാണ് ഏട്ടൻ പുറത്തു പോയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ ബൈക്ക് നേരാക്കാനും വേണ്ടി പുറത്തു പോയതാണ്. അപ്പോൾ ഏട്ടൻ പുറത്തു പോയി വന്നപ്പോൾ പറഞ്ഞ് എനിക്കൊരു ചായ വെച്ച് തരുമെന്ന്. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ചായയൊക്കെ റെഡിയാക്കുന്നുണ്ട്.
അപ്പോൾ ആണുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെയല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് എന്ന് വെച്ചാൽ അങ്ങനെ ചായ കുടിക്കുന്ന ഒരു ശീലമുണ്ട്. ഏട്ടനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചായ കുടിക്കുന്ന ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടൻ്റെ കൂടെ ഇങ്ങനെ ചേർന്നിട്ട് ഇടയ്ക്ക് ഇപ്പോൾ ചായ കുടിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് 11 മണിയൊക്കെ ആകുമ്പോൾ എനിക്കിപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ചായയൊക്കെ വേണം. പിന്നെ ഇതാ രാവിലത്തെ ക്ലീനിങ്ങും അതുപോലെ കുക്കിങ്ങും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ രാവിലത്തെ ആ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. പിന്നെ വീട്ടിൽ മിണ്ടാതിരിക്കലും TV നോക്കലും ഫോണിൽ കളിക്കലും ഒക്കെ തന്നെ ആയിരിക്കും. വിഷു ഒരുക്കങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോ ആയിട്ടായിരിക്കും കേട്ടോ കാണിക്കുക. അപ്പോൾ ഇതിനകത്ത് തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ആയിട്ട് നല്ലപോലെ ലെങ്ത്തായി പോകും. അപ്പോൾ വേറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതാ ഞാൻ കുറച്ച് കൃഷ്ണൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെടീൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് ചെടിച്ചട്ടീൻ്റെയൊക്കെ മുകളിലൊക്കെ വെച്ചിട്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫാമിലീൻ്റെയും വക ഹാപ്പി വിഷു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർഷം നല്ലൊരു വർഷമാവട്ടെ, നല്ല സമാധാനവും സന്തോഷമൊക്കെ ഉള്ളൊരു നല്ലൊരു വർഷമാവട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം നേരുന്നു. ജീവിതത്തിൽ നല്ലത് മാത്രം നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബായ്. അപ്പോൾ ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാവേ. ബായ്.